ജാനകിയും മുത്തശ്ശിയും കൂടിയിട്ട് രാവിലെ അമ്പലത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, മോളെ നീയും കൂടി വരുന്നു അമ്പലത്തിലേക്ക്? ഓ ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, എനിക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോണം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഇനി നല്ലൊരു ദിവസമല്ലേ മോളെ. നയനയും നവയും എല്ലാവരും രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു. ഇനി ഞാനും ജാനകിയും മോളും മാത്രമേ ഉള്ളൂ. മോള് കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ, എനിക്കിന്നൊരു മൂഡില്ല. എനിക്കിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ട്, ഞാൻ പുറത്തേക്ക് പോവാ, വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോൾ തന്നെ അവിടുന്ന് പോണുണ്ട്. മുത്തശ്ശി ചോദിക്കാണ്, ഫ്രണ്ട്സിനെ പോന്നതൊക്കെ കാണാൻ പോണതൊക്കെ പിന്നീട് ആയിക്കൂടെ? ഇവക്ക് നമ്മുടെ കൂടെ വന്നാൽ എന്താ ജാനകി കുഴപ്പം? അമ്പലത്തിലേക്കല്ലേ അത്യാവശ്യമായി പോവേണ്ടത്? ദൈവം കൂടെ ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരെ നടക്കുള്ളൂ. ഇങ്ങനൊരു അഹങ്കാരി പെണ്ണെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, അമ്മേ അത് പിന്നെ അവൾ ഒറ്റമോളെ വളർന്നതല്ലേ, അമിതമായ സ്നേഹം കൊടുത്ത് വളർത്തിയതല്ലേ, അതും പിന്നെ കാശിന്റെ പുറത്ത് കിടന്ന് വളർന്ന കുട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ. ജാനകി, ഈ പറഞ്ഞ ദേവിയാനിയും നീയും എല്ലാവരും ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നവരല്ലേ, എന്നിട്ടെന്താ നിങ്ങളുടെ സ്വഭാവമൊന്നും ഇങ്ങനെ ആവാഞ്ഞത്? പിന്നെ വെറുതെ ഓരോ ന്യായങ്ങൾ പറയാൻ നിൽക്കരുത്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അഹങ്കാരി എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മേ അത് പിന്നെ അവൾ പാവം കുട്ടിയല്ലേ, കൊച്ചു കുട്ടിയല്ലേ, 10-20 വയസ്സല്ലേ ആയുള്ളൂ എന്ന് പറയുമ്പോ 10-20 വയസ്സിന്റെ അഹങ്കാരമൊന്നും അല്ലല്ലോ അവള് കാണിക്കുന്നത്. ഇന്നേ വരെ വീട്ടിൽ ആരെങ്കിലും മുത്തശ്ശനോടോ എന്നോടോ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ. പക്ഷെങ്കിൽ അത് നിന്റെ മരുമകൾ ചെയ്തു. മുത്തശ്ശനോട് പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ. എന്നെ മര്യാദ പഠിപ്പിക്കാൻ ആരും വരണ്ട പോലും, പിന്നെ അവളെ മര്യാദ പഠിപ്പിക്കാൻ ആര് വരും ജാനകി എന്ന് ചോദിക്കാണ്. അമ്മേ ഞാൻ പറഞ്ഞല്ലോ, അവള് വളർന്ന സാഹചര്യം അങ്ങനെയാ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. മനസ്സിലാക്കിച്ച ജാനകി നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിക്കേണ്ടി വരും. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുതെന്ന് അവളോട് നീ ഒന്ന് പറഞ്ഞു വച്ചേക്ക്. പിന്നെ ഇവിടുത്തെ അവളുടെ താമസവും അധികകാലൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ജാനകിയും മുത്തശ്ശിയും കൂടിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ അമ്പലത്തിലേക്കെല്ലാം പോയതിനു ശേഷം ഇവർ തിരികെ വരുന്നുണ്ട്. തിരികെ വരുമ്പം വണ്ടി നിർത്താൻ പറയുന്നുണ്ട് മുത്തശ്ശി. ജാനകി ചോദിക്കാണ്, എന്താ അമ്മേ എന്താ കാര്യം, നീ വണ്ടി നിർത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കാണ്. ജാനകി ചോദിക്കാണ്, എന്താ അമ്മേ എന്താ വണ്ടി നിർത്താൻ പറഞ്ഞേ, അമ്മയ്ക്ക് സുഖമില്ലേ, ഛർദിക്കാൻ വരുന്നുണ്ടോ? അതൊന്നും അല്ല, നീ അങ്ങോട്ട് നോയിക്കേ എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം അന്ന് ആ പാർക്കിന്റെ സൈഡിലായിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. ആ പാർക്കില് ഒരു മറ്റേ കാമുകന്റെ കൂടെ ഇരിക്കാണ് നമ്മുടെ അനാമിക. അല്ല അവള് പറഞ്ഞില്ലേ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോവാണെന്ന്, ഇതാണോ അവള് പറഞ്ഞ ഫ്രണ്ട് എന്ന് ചോദിക്കാണ് മുത്തശ്ശി. അവളുടെ കസിനോ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കും അമ്മേ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണ് അവർ പരസ്പരം ഹഗ് ചെയ്യുന്നതും അവന്റെ മടിയിൽ കിടക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നത്. മുത്തശ്ശി ചോദിക്കാണ്, ഛേ നാണക്കേട്, ഇതാണോ ജാനകി അവളുടെ കസിൻ നീ പറഞ്ഞത്? കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതൊക്കെ നിങ്ങളിപ്പോ കസിനോടൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോ, ഇപ്പത്തെ കാലത്തെ പിള്ളേരല്ലേ അമ്മേ, ചിലപ്പോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സോ കസിനോ ഒക്കെ ആയിരിക്കും. ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, നീ എന്താ പിന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടോടൊന്നും ഇങ്ങനെയൊന്നും കാണിക്കാത്തത്? അങ്ങനെ ചെയ്താ നീ ക്ഷമിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ അത് പിന്നെ ഞാൻ അവളെ വിളിച്ചു ചോദിക്കാം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഫോൺ വിളിക്കാണ്. മോളെ നീ എവിടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മേ ഞാന് വീട്ടിലുണ്ട്, അച്ഛന്റെ അമ്മയുടെയും കൂടെയാ. അല്ല മോള് പിന്നെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ ഇപ്പോഴൊന്നും അല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏത് ഫ്രണ്ട് നമ്മളെ കാണാൻ പോണേ? അത് എന്റെ കുറച്ച് കൂട്ടുകാരിമാരാ, അഞ്ജലി എന്നാ പേര്. ഞാൻ അവളെ കണ്ടിട്ട് വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ കട്ടാക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? അവള് പറഞ്ഞത് കള്ളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവളുടെ ഫ്രണ്ട് അഞ്ജലിയാ ഇരിക്കുന്ന ചെറുക്കൻ എന്ന് മുത്തശ്ശി കളിയാക്കി പറയുന്നുണ്ട്. ജാനകി പറയാണ്, അമ്മേ ഞാൻ അവളോട് ചോദിക്കാം. വേണ്ട വേണ്ട, നമുക്ക് ചോദിക്കൊന്നും വേണ്ട, എന്തായാലും വണ്ടി ഇവിടെ തന്നെ കുറച്ചേരം കേൾക്കട്ടെ, അവളുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാനൊന്ന് കാണട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ പാർക്കിലിരുന്ന് ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടുന്ന് രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അല്ല അവള് നിന്നോട് പറഞ്ഞത് ഉച്ചയിന് അഞ്ജലിയെ കാണാൻ പോവാണെന്നല്ലേ? ഇപ്പൊ അവള് വീട്ടിലാണെന്നോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പൊ അവൾ എങ്ങോട്ടേക്ക് പോവായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയില്ലാമേ എന്നും പറഞ്ഞ് അവൾ ഇരിക്കാണ് കേട്ടോ.
അങ്ങനെ നോക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ആ ഒരു പയ്യനും അനാമികയും കൂടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി ആ മുറിക്കകത്തോട്ട് പോകുന്നുണ്ടല്ലോ. എന്താ ജാനകി, നമുക്ക് അകത്തേക്ക് പോയി നോക്കണോ എന്ന് ചോദിക്കാണ്. അമ്മേ, അവര് പിന്നെ മിണ്ടി പോവരുത് നീ. അവള് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുന്നവള് നീയും കൂടിയിട്ടാ. നിനക്കൊന്ന് ശിക്ഷിക്കുകയാണെങ്കിൽ അവൾ ഇത്രയ്ക്കും ആയി പോയില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പം ഞാൻ പറയാമേ, എന്ത് പറയാൻ? ഇങ്ങനെയൊക്കെ പേക്കൂത്ത് കാണിച്ചിട്ടാണോ ഇനി നീ പറയാൻ പോണത്? നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എനിക്കറിയാം എന്താ പറയണ്ടേന്ന്. ഇനി അവള് ചാടിക്കളിച്ചുകൊണ്ടെങ്ങാനും ഇങ്ങോട്ട് വരട്ടെ, അവളുടെ കാരണത്ത് എന്റെ കൈപതിയും എന്ന് പറയുന്നുണ്ട്. അമ്മേ, അവർ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കില്ലേ മുറിയിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട്. എന്റെ അത്യാവശ്യനാടി എന്ന് ചോദിക്കാണ്. ഒന്നും മിണ്ടാ നിൽക്കാണ് ജാനകി. ശരി, നീ ഇറങ്ങ്, നമുക്ക് പോയി നോക്കാം എന്ത് അത്യാവശ്യമാണ് അവിടെ കാണിക്കുന്നതെന്ന്. അമ്മേ, അത് വേണ്ട. ഓഹോ, അപ്പൊ നിനക്കറിയാം അവിടെ സംഭവിക്കാൻ പോണത് എന്താണെന്നല്ലേ? ഇതുപോലെ ഒരു ഒതുങ്ങിയ പാർക്കില് ഒരു മുറിയെ കിടക്കണമെങ്കിൽ അവളുടെ സ്വഭാവം എന്തുമാത്രം നല്ലതായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മേ, അത് പിന്നെ മിണ്ടിപ്പോവരുത്. ഇനി എങ്ങാനും അവക്ക് സപ്പോർട്ടോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, അടുത്തടി വീഴാൻ പോണത് നിന്റെ കർണത്തിനിട്ടായിരിക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കാണ് നമ്മുടെ ജാനകി. ശേഷം ജാനകിയും മുത്തശ്ശിയും കൂടി അവിടുന്ന് പോകുന്നുണ്ട്. ഇവര് തമ്മിൽ ശരിക്കും മുത്തശ്ശി വിചാരിച്ച പോലെ തന്നെ ഒരു ഫിസിക്കലുള്ള റിലേഷൻ വേണ്ടിയിട്ടാണ് ആ കാമുകനും അനാമികയും കൂടി ആ ഒരു മുറിയിലേക്ക് പോയത് പോലും. അങ്ങനെ ഉച്ചയ്ക്ക് കഴിയുമ്പോഴായിരിക്കും അനാമിക അവിടെ നിന്ന് ഇറങ്ങുന്നത്. ശേഷം അവളുടെ വീട്ടിലേക്ക് പോണുണ്ട്. അച്ഛൻ ചോദിക്കുകയാണ്, ആഹാ, മോളെപ്പോ ഇറങ്ങി അവിടുന്ന്? അത് പിന്നെ ഞാൻ രാവിലെ ഇറങ്ങി. രാവിലെ ഇറങ്ങിയോ? പിന്നെ മോൾ എവിടെ പോയിരിക്കായിരുന്നു? അച്ഛാ, എന്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ടായിരുന്നു, അവരെല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആണോ മോളെ, പൈസയുടെ കാര്യം വല്ലതും ആയോ? എപ്പോ വന്നാലും അച്ഛന് ഒറ്റ കാര്യമുള്ളൂ, പൈസ പൈസ പൈസ. എനിക്ക് കുറച്ചിരുന്ന് ഉറങ്ങണം. അമ്മേ, ഒരു ജ്യൂസ് അടിക്ക്, എനിക്കൊരു ജ്യൂസ് വേണം. നല്ല ക്ഷീണം, ഞാനൊന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ അവൾക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ജ്യൂസും കുടിച്ചിട്ട് അവള് കുളിച്ചതിന് ശേഷം കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ക്ഷീണമുണ്ടല്ലോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, രാവിലെ ഇറങ്ങിയതാണ് അവിടുന്ന്, അവരെങ്ങനെ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? വീണ്ടും പറയുന്നുണ്ട്, ഇവളെ ആ കാമുകനെ കാണാൻ പോണതാ എനിക്കറിയാം, എന്നിട്ട് നിങ്ങളൊന്നും ഒന്നും പറയാത്തത്? എടി, അവക്കാണെങ്കിലോ അനിയെ ഇഷ്ടമില്ല, അവക്ക് ഇഷ്ടം ഈ പയ്യനെയാ. എങ്കിൽ പിന്നെ അവർ തമ്മിൽ ജീവിക്കട്ടെ. രേവതി പറയാണ്, അവരെ ജീവിക്കാൻ വിടുമ്പോഴേ നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം, അത് നിങ്ങൾ മറന്നുപോയോ? എങ്ങനെയെങ്കിലും അനന്തപുരിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചിട്ട് വേണം അവളെ ജീവിക്കാൻ വിടാനായിട്ട്. അവൾ ഇങ്ങനെ തോന്നിവാസം കാണിച്ച് നടക്കുന്ന കാണും അവരാരെങ്കിലും അറിഞ്ഞാലേ ആ നിമിഷം അവളെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടും. പിന്നെ എന്ത് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലും? എന്ത് പറഞ്ഞ് കാശ് മേടിക്കും എന്ന് ചോദിക്കാണ് രേവതി. വേണു പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും പറഞ്ഞ് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലേ നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാം, നമുക്ക് കാശ് വേണമെന്ന് പറയണം. അതൊക്കെ നേരായ മാർഗത്തിലൂടെ മാത്രം ആണെങ്കിലേ നടക്കുള്ളൂ. നമ്മളുടെ മകളുടെ അവിഹിതം എങ്ങാണോ കണ്ടുപിടിച്ച് അതിന് തെളിവെങ്ങാണോ അവരെങ്കിലുണ്ടെങ്കിലേ ഒരു കോമ്പൻസേഷനും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ കണക്കാക്കുകയും വേണ്ട. അനന്തപുരിക്കാരെ ചില്ലറക്കാരൊന്നും അല്ല. അവളുടെ കള്ളക്കളി എങ്ങാണോ അവൾ കണ്ടുപിടിച്ച് അവരുടെ തെളിവുണ്ട് കോടതിയിൽ പ്രസന്റ് ചെയ്താലേ ഡിവോഴ്സിന്റെ സമയത്ത് ഒരു കിണ്ടി നമുക്ക് കിട്ടാൻ പോണില്ല, അത് ഓർമ്മ വേണം എന്ന് രേവതി പറയുന്നുണ്ട്. അത് ശരിയാ, അവളെന്തായാലും ഉണരട്ടെ, ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്തായാലും നമുക്ക് അവിടുന്ന് കോടിക്കണക്കിന് രൂപകൾ വേണം. അതിനു വേണ്ടിയിട്ടാ ഇത് റിസ്ക് എടുത്ത് നമ്മൾ അവളെ കെട്ടിച്ച് അങ്ങോട്ടേക്ക് അയച്ചത്. അതിനുശേഷം സമ്പത്തും കൂടെ വന്ന ശേഷം അവൾ 6 കൂടെ വേണമെങ്കിലും പോയിക്കോട്ടെ, സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ, പിന്നെ അവളെ രാജകുമാരിയല്ലേ എന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, അവളുടെ പഴയകാല ചരിത്രങ്ങൾ കാണും അനന്തപുരിക്കാർ അറിയുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തറിയാനാ, അറിയേണ്ടതാണെങ്കിൽ എന്നെ അവരറിഞ്ഞേനെ. അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നും അവളെ ചീറ്റിംഗ് കേസിലെ പ്രതിയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ കല്യാണം നടക്കുമായിരുന്നോ? ഇത്രയും കാലമായിട്ടും അവരൊന്നും അറിഞ്ഞില്ലല്ലോ, ഇനി അറിയാനും പോകുന്നില്ല. അറിയുന്നതിന് മുമ്പേ നമുക്ക് കിട്ടാനുള്ളവരെ വാങ്ങിച്ചെടുക്കണം എന്ന് വേണു പറയുന്നുണ്ട്. രേവതി പറയാണ്, അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കണം. ഇവളുടെ ഈ നടപ്പോ അല്ലാതെ ഇവളുടെ പൂർവ്വകാല ചരിത്രങ്ങളോ എന്തെങ്കിലും അവരെങ്ങാനും അറിഞ്ഞാലേ എല്ലാം അവസാനിക്കും അതോടെ കൂടിയിട്ട്. അതിനു മുമ്പേ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടാനുള്ളതെല്ലാം നമുക്ക് വാങ്ങിച്ചെടുക്കണം.
അതിനുശേഷം പിന്നെ അവരറിഞ്ഞാലും നമുക്കൊരു ചുക്കുമില്ലെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയും മുത്തശ്ശിയും കൂടി അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. രണ്ടുപേരും ആകെപ്പാടെ ഡെസ്പായിട്ടിരിക്കാണ്. അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി ചോദിക്കാണ്, എന്താ എന്താ ജാനകി, രണ്ടുപേർക്കും മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട്. ജാനകി പറയാണ്, ഏട്ടത്തി വേലത്തൂടെ പോയിട്ട് വന്നതല്ലേ, ആകെപ്പാടെ നല്ല ക്ഷീണം, അതാ ഇങ്ങനെ ഇരിക്കുന്നേ. ആ എന്നാ രണ്ടുപേരും ഇരിക്ക്, രണ്ടുപേർക്കും ഞാനൊരു ജ്യൂസ് എടുക്കാമെന്നും പറഞ്ഞിട്ട് ദേവയാനി ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട്. ജാനകി മുത്തശ്ശിയോട് പറയാണ്, അമ്മേ ആരോടും ഒന്നും പറയരുത്, അങ്ങനെ പറഞ്ഞാല് എല്ലാം വലിയ പ്രശ്നത്തിലേക്ക് എത്തും, അങ്ങനെ പ്രശ്നമായി പിന്നെ അവൾ ഇവിടെ നിൽക്കില്ല, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്ന് പറയുന്നുണ്ട്. അല്ല ജാനകി, നിന്റെ ഉദ്ദേശം എന്താ? അവളെ ഇറക്കി വിടാതെ ഇവിടെ അനിയുടെ കൂടെ വാഴിക്കാന്നാണോ നിന്റെ ഉദ്ദേശം? അത് പിന്നെ അമ്മേ, അവൾ അനിയുടെ ഭാര്യയല്ലേ, അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കോ? അച്ഛൻ സമ്മതിക്കോ? നമ്മളുടെ കുടുംബത്തിന് അന്തസ്സൊക്കെ നഷ്ടപ്പെടില്ലേമേ എന്ന് ചോദിക്കുമ്പോ, ഓഹോ, നിന്റെ മകന്റെ ജീവിതത്തെക്കാളും നിനക്ക് വലുത് അന്തസ്സും അഭിമാനമൊക്കെയാണോ? എനിക്ക് മനസ്സിലായി, അവളുടെ സ്വത്തും പ്രതാപമൊക്കെ കണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ ഇവള് പോയി കഴിഞ്ഞാ നന്ദു ഇങ്ങോട്ടേക്ക് വരുമോന്നുള്ള പേടിയും നിന്റെ മനസ്സിലുണ്ട്. ജാനകി, നിന്റെ മകന്റെ ജീവിതമാണ് നീ നോക്കേണ്ടത്, അല്ലാതെ നിന്റെ വാശിയും നിന്റെ ദേഷ്യമൊന്നും അല്ല ഇവിടെ എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത് എന്നും പറഞ്ഞ് ഇവിടെ ഡിവോഴ്സ് ചെയ്യാനാണോ പറയുന്നത്? അപ്പോഴേക്കും ജാനകിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ ജാനകി? ഇവിടെ മറ്റാരെങ്കിലുമാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ എപ്പോഴും നീ അവരെ അടിച്ച് പുറത്താക്കിയേനെ. ആ അനാമിക ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ മകന്റെ ജീവിതം അവൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മകന്റെ ഭാര്യയായി ജീവിച്ചുകൊണ്ട് അവൾ വേർത്തിനോട് പോവാ. ഓ, നിനക്ക് മനസ്സിലാകുന്നില്ലേ? നിന്റെ കണ്ണിന് എന്ത് പറ്റി എന്ന് ചോദിക്കാണ്. അമ്മേ, അത് പിന്നെ അവളിപ്പം ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയാൽ പിന്നെ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരവസ്ഥ ഉണ്ടാകാൻ പോകുന്നില്ല. അനാമികനെ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ പോവാ. എന്നിട്ട് നന്ദുവിനെ കൊണ്ടുവന്ന് അവന്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കും, ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, ഇല്ലമ്മേ, ഞാൻ ഇതിനെ സമ്മതിക്കില്ല, എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിനെ സമ്മതിക്കില്ല. അവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ എന്റെ ശവം എല്ലാവരും കാണും എന്ന് പറയുന്നുണ്ട്. ആ നീ നിന്റെ വാശി എടുത്തോണ്ടിരുന്നോ, നിന്റെ ശവം നീ കാണണ്ട, നീ ജീവനോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മകന്റെ ശവം നീ കാണേണ്ടി വരും, അപ്പൊ നിനക്ക് തൃപ്തിയാവുമല്ലോ എന്ന് ചോദിക്കാണ്. ഒന്നും ഇത്ത അവസ്ഥയില് ജാനകിയോട് ഇരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി, നീ നിന്റെ വാശി കാരണം നീ നശിപ്പിക്കുന്നത് നിന്റെ മകന്റെ ജീവിതമാണ്. വിവാഹത്തിന് മുന്നേ തന്നെ നിനക്കറിയായിരുന്നു അനിയും നന്ദുവുമായുള്ള ബന്ധം. അന്ന് നിനക്ക് നടത്തി കൊടുത്താൽ പോരായിരുന്നു. അപ്പൊ നിനക്ക് വാശി. പണമില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടി വന്നാല് നിന്റെ അഭിമാനം ചോർന്നു പോകുന്ന നിനക്കൊരു തോന്നൽ. അതുകൊണ്ടല്ലേ നീ ഈ വയ്യാവലിയെടുത്ത് തലയിൽ വെച്ചത്. അനാമികയെ കുറിച്ച് അന്ന് തൊട്ടേ ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അനിയും ഇടയ്ക്കിടന്ന് പറഞ്ഞിരുന്നു നന്ദുവിനെയാണ് ഇഷ്ടം, അനാമിക ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെന്ന്. ഇപ്പോഴല്ലേ അതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായത്. കണ്ട ആണുങ്ങളുടെ കൂടെ കെട്ടിമറിഞ്ഞ് ചുറ്റിടക്കുന്ന പെണ്ണെ തന്നെ വേണോ നിനക്ക് എന്ന് ചോദിക്കാണ്. അമ്മേ, എന്തായാലും നമുക്ക് സമാധാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇപ്പൊ അമ്മ ഇത് ആരോടും പറയരുത്, ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് വലിയ വിഷയമാകും. മുത്തശ്ശി ചോദിക്കാണ്, നിനക്ക് നാണമില്ലേ വീണ്ടും അവളെ വിളിച്ച് പെരക്കാത്ത കയറ്റാന്? ഇങ്ങോട്ടേക്കും രാത്രി ആരെങ്കിലുമൊക്കെ വരില്ലെന്ന് ആര് കണ്ടു? ഒന്ന് അന്വേഷിച്ച് നോക്ക്, അവളുടെ കാമുകന്മാർ ആരെങ്കിലും രാത്രി വരാറുണ്ടോന്ന് എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ജ്യൂസും കൊണ്ടും ദേവിനെ ചോദിക്കാണ്. അല്ല, അമ്മ എവിടെയും ചോദിക്കുന്നുണ്ട്. അമ്മ അകത്തേക്ക് പോയി കിടക്കാൻ പോയതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ പോലെ, ദാ ജ്യൂസ് കുടിക്ക് എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കാണ് ജാനകി. എന്താ ജാനകി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറ. ഒന്നുമില്ല ചേച്ചി, ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ല ക്ഷീണം, ഈ ജ്യൂസ് കുടിച്ചിട്ട് ഞാനും പോയി കുറച്ചു നേരം കിടക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി കിടന്നല്ലോ, നീയും പോയി കിടന്നോന്ന് പറയാണ് ദേവയാനി. അങ്ങനെ ജ്യൂസും കുടിച്ചിട്ട് അവള് പോരുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയുടെ അടുത്തേക്ക് ജ്യൂസും കൊണ്ട് പോവാണ് ദേവയാനി. ദേവയാനി ചോദിക്കാണ്, എന്താ അമ്മേ, എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ, അവളുടെ മുഖത്ത് എന്താ ഒരു മാറ്റം പോലെ, ആകപ്പാടെ വല്ലാത്തൊരു വിഷമം പോലെ. അല്ല, നീ അവളോട് ചോദിച്ചില്ല കാര്യം? ഇല്ലമ്മേ, ഞാൻ ചോദിച്ചില്ല. ചോദിച്ചപ്പം അവൾ ഒഴിഞ്ഞു മാറിപ്പോയി. പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഞാനും ഓർത്തു. ആ എങ്കിലേ പാർക്കിൽ വെച്ച് ഞങ്ങൾ ഇന്നൊരു കാഴ്ച കണ്ടു. രാവിലെ പോകാൻ നേരം അനാമികയോട് ഞങ്ങൾ ചോദിച്ചതാ ഞങ്ങളോട് വരുന്നോന്ന്. അപ്പൊ ഏതോ ഫ്രണ്ടിനെ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞ് പോയതാ.
തിരികെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി തിരികെ വന്നപ്പോഴേക്കും ഒരു പയ്യനുമായിട്ട് പാർക്കിലിരുന്ന് കെട്ടിമറന്നതേ ഞങ്ങൾ കണ്ടു. ശേഷം അവന്റെ കൂടെ അവളൊരു മുറിയിലേക്കും കയറിപ്പോയി. അതും കണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ദേവേനി പറയാണ്, അവൾ എന്തൊരു പെണ്ണാ. പണ്ട് ഇതുപോലെ പാർക്കിൽ എടുത്തുനായിട്ട് ചുറ്റിക്കറന്ന വീഡിയോസൊക്കെ എന്റെ നായനെ കാണിച്ചിരുന്നു അമ്മേ. അന്ന് ഞാൻ പിന്നെ അതൊന്നും ആരെയും കാണിക്കണ്ട, പ്രശ്നമാക്കണമെന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കായിരുന്നു. ഇങ്ങനെ കണ്ടോമാർ കൂടെ എല്ലാ ദിവസവും അഴിഞ്ഞടക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ലമ്മേ എന്ന് പറയുന്നുണ്ട്. അമ്മ പറയാണ്, ഞാനത് ജാനകിയോട് പറഞ്ഞപ്പോ അവള് പറയാ, അവനുടെ ജീവിതം ഇല്ലാതായി പോവും, അവനൊരു രണ്ടാം കെട്ടുകാരനായി പോവും, നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും, അതുകൊണ്ട് അത് വേണ്ട, അവളുടെ കാര്യം ആരോടും പറയരുതെന്ന്. ദേവേനെ ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ ഈ ജാനകിക്ക് ഇത് എന്ത് പറ്റി? അവളുടെ മോന്റെ ജീവിതമല്ലേ ഇല്ലാതാവാൻ പോണത്? കണ്ടവരുടെ കൂടെ അഴിഞ്ഞിറങ്ങുന്നൊരു പെണ്ണെ തന്നെ വേണോ അവക്ക് എന്ന് ചോദിക്കാണ്. എനിക്കറിയില്ല ദേവിയാനി, എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സൽപ്പേരും ആ നല്ല ഇതുമെല്ലാം കാറ്റിൽ പറത്ത് കളയും ആ അനാമിക. കണ്ട പയ്യന്മാരുടെ കൂടെ പാർക്കിലും ലോഡ്ജിലും ഹോട്ടലിലൊക്കെ നടക്കുക അവള്. അവൾക്ക് ആരെയും ഒരു പേടിയില്ല, ഒരു വകുപ്പില്ല. ആരും എന്ത് കാണിച്ചാലും ഒന്നിനൊരു മൈൻഡാ അവക്ക്. ആരെയും ഒരു പേടിയില്ല. അങ്ങനെയുള്ളവളൊക്കെ ഇങ്ങനെ കാണിക്കുള്ളൂ. എത്രയും പെട്ടെന്ന് ആരുടെ ജീവിതത്തിൽ നിന്നും അവളെ പറിച്ചു കളയണം ദേവയാനി. അതിനു വേണ്ടത് തെളിവുകളാ. എത്രയും പെട്ടെന്ന് അവള് കണ്ട പയ്യന്മാരോട് അഴിഞ്ഞിടക്കുന്ന തെളിവുകൾ നമുക്ക് ശേഖരിക്കണം. ശേഷം എന്നേക്കുമായി നമ്മുടെ അനിയുടെ ജീവിതത്തിൽ നിന്നും അവളെ പറിച്ചു മാറണം എന്ന് പറയുന്നുണ്ട്. നന്ദനെ വിവാഹം കഴിപ്പിക്കാൻ ജാനകി സമ്മതിച്ചില്ലെങ്കിൽ സാരമില്ല, അനാമികയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിപ്പിച്ചു വിടണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ മുത്തശ്ശനോട് അറിയിക്കും. തെളിവുകളൊക്കെ നീ ശേഖരിക്കണം. മുത്തശ്ശൻ അറിഞ്ഞു കഴിയുമ്പോ പിന്നെ മുത്തശ്ശൻ തീരുമാനിച്ചോളും ബാക്കി എന്ത് ചെയ്യണമെന്ന് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ജാനകി ആണെങ്കിൽ മുറിയിൽ പോയിരുന്ന് ഭയങ്കരമായി കരയുന്നുണ്ട്. അനാമികനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ, എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് അവളുടെ. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര എന്റെ മകന്റെ ജീവിതം. അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണല്ലോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ നിന്ന് കരയുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയുടെ ചർച്ച ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.